സിനിമയിൽ ആർക്കും ഇതുവരെ അറിയാത്ത ചില രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? തെലുഗു സൂപ്പർ സ്റ്റാറായ പവൻ കല്യാണിന്റെ ഒരു മലയാള സിനിമയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മോഹൻലാലിന്റെ ഫോട്ടോയുള്ള മാഗസിൻ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ മോഹൻലാലിനോട് സംസാരിക്കുന്ന ശങ്കരാടിയെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഒരു സിനിമയിലെ നായകൻ പറഞ്ഞ ഒരു ചെറിയ ഡയലോഗ് മാത്രം എടുത്ത് വേറൊരു സിനിമ ഉണ്ടാക്കിയ കാര്യം നിങ്ങൾക്കറിയാമോ? ഡയലോഗ് പറയുന്നതിനിടെ തന്റെ കൈ തട്ടി വേദന എടുത്തിട്ടും ആരും അറിയാതെ സീൻ കണ്ടിന്യൂ ചെയ്ത മോഹൻലാലിനെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? റേഡിയോ ഓപ്പറേറ്ററായ മമ്മൂട്ടിയെ നിങ്ങൾക്കറിയാമോ? ഒട്ടും പ്രതീക്ഷിക്കാത്ത ഡയലോഗ് പറഞ്ഞപ്പോൾ തിരിച്ചു പറയാനാകാതെ സ്റ്റക്കായി പോയ മോഹൻലാലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേറെ ഒരു രാജ്യത്തിന്റെ ദേശീയ ഗാനം എടുത്ത് ഒരു ഇന്ത്യൻ സിനിമയിലെ ദേശീയ ഗാനമായി ഉപയോഗിച്ച കാര്യം നിങ്ങൾക്കറിയാമോ? ഒരു മലയാള സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓണാക്കാൻ മറന്നുപോയ ഒരു സിനിമാറ്റോഗ്രാഫറെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഇത്തരത്തിൽ സിനിമയിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില രഹസ്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പ്രേം നസീർ. നമ്മുടെ മലയാള സിനിമയിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച 11 നടന്മാരുണ്ട്. അതിൽ 3 പേര് സൂപ്പർ സ്റ്റാർ പദവിയിലുള്ളവരാണ്. നാലാമതൊരു സൂപ്പർ സ്റ്റാറിന് ഇന്ന് വരെ മലയാള സിനിമയിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടില്ല. മലയാള സിനിമയിൽ ആദ്യമായി മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് 1974 PJ ആന്റണിക്കാണ്. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, മലയാള സിനിമയിലെ ആദ്യത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിക്കേണ്ടിയിരുന്നത് നമ്മുടെ സ്വന്തം പ്രേം നസീറിനായിരുന്നു. പ്രേം നസീർ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് കൊമേഴ്ഷ്യൽ സിനിമകളായിരുന്നെങ്കിലും 1966 MTയുടെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ പ്രേം നസീർ സിനിമയാണ് ഇരുട്ടിന്റെ ആത്മാവ്. മാനസിക നില തെറ്റിയ ഭ്രാന്തൻ വേലായുധൻ എന്ന കഥാപാത്രം സ്ഥിരം പ്രേം നസീർ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. എന്നാൽ ഈ സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡിന്റെ ഫൈനൽ ലിസ്റ്റിലെ അവസാന മിനിറ്റ് വരെ നസീർ സാറിന്റെ പേരുണ്ടായിരുന്നു. ഫൈനലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയെങ്കിലും അവസാനം ഒരു മില്ലി സെക്കൻഡ് വ്യത്യാസത്തിൽ അവാർഡ് നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് പോലെയായിരുന്നു നസീർ സാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് അന്ന് നഷ്ടപ്പെട്ടത്. ഈ ബെസ്റ്റ് ആക്ടർ രണ്ടുപേരും ഒരേ മാർക്കിൽ വന്നപ്പോൾ ഒരാൾ ബെസ്റ്റ് ആക്ടർ, ഒരാൾ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്. കൊമേഴ്ഷ്യൽ സിനിമകൾ ചെയ്തിരുന്ന നസീർ സാറ് ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്ത ആദ്യ സിനിമയും കൂടിയായിരുന്നു ഇരുട്ടിന്റെ ആത്മാവ്. അന്ന് ആ മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ മലയാള സിനിമയിലെ ആദ്യത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡും ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള സൂപ്പർ സ്റ്റാർ എന്ന പദവിയും നസീർ സാറിന് കിട്ടിയേനെ. പലരും നസീർ സാറിന് ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കുമെങ്കിലും ഇരുട്ടിന്റെ ആത്മാവ് മാത്രം കണ്ടാൽ മതി അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിന്റെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ശാരദാമ്മ ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിരുന്നു. 700-ലധികം സിനിമകളിൽ അഭിനയിച്ചെങ്കിലും തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഇരുട്ടിന്റെ ആത്മാവാണെന്ന് പ്രേം നസീർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. മലയാളം മാത്രമല്ല 40ഓളം തമിഴ് സിനിമകളിൽ പ്രേം നസീർ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? നസീർ സാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയുമല്ലോ. ജോണി വാക്കർ. 1992 ജയരാജ് സിനിമയാണ് ജോണി വാക്കർ. മമ്മൂട്ടിയുടെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറിലൊന്നായ ജോണി വാക്കർ ഒരു യഥാർത്ഥ വ്യക്തിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ജോണി വാക്കർ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. സിനിമയുടെ സംവിധായകനായ ജയരാജിന്റെ കോളേജ് കാലഘട്ടത്തിൽ അദ്ദേഹം താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ ഹോസ്റ്റലിലെ റൂംമേറ്റ് ആയിരുന്ന ഒരു കുട്ടിയുടെ അമ്മാവൻ മിക്കപ്പോഴും രാത്രികളിൽ ജീപ്പ് ഓടിച്ച് കഴിക്കാൻ ഭക്ഷണവുമായി എത്തിയിരുന്നത് പതിവായിരുന്നു. ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രസ്സിങ്ങും സംസാര രീതിയും ഹെയർ സ്റ്റൈലും എല്ലാം പക്ക ഒരു മോഡേൺ അങ്കിൾ വൈബ്. ധാരാളം പണമുണ്ടായിരുന്ന അദ്ദേഹം പലപ്പോഴും തന്റെ ജീപ്പുമായി ഹോസ്റ്റലിൽ വരികയും അവിടുത്തെ കുട്ടികളെയും ജീപ്പിൽ കയറ്റി നഗരം കാണിക്കാനായി കൊണ്ടുപോകുമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു മോഡേൺ വൈബ് അങ്കിളിൽ നിന്നുമാണ് ജയരാജിന് പിന്നീട് ജോണി വാക്കർ എന്ന കഥാപാത്രത്തിന് രൂപം കിട്ടിയത്. പിന്നീട് തിരുവനന്തപുരത്ത് നിന്നും മൈസൂരിലെ കോടമഞ്ഞുള്ള മലമുകളിലെ വുഡൻ ഹൗസും കുതിരയും ജീപ്പുമെല്ലാം ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി മാത്രം ജയരാജ് ഒരുക്കി. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ജോണി വാക്കർ ഉണ്ടായത്. വെട്ടം. 2004 പ്രിയദർശൻ സിനിമയാണ് വെട്ടം. ഈ സിനിമ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു വലിയ ബ്രില്യൻസ് ഈ സിനിമയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ സിനിമയിൽ മക്കസായി മക്കസായി എന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്ന കലാഭവൻ മണിയുടെ യഥാർത്ഥ ജീവിതത്തിലെ സംഭവങ്ങൾ പാട്ടിൽ രസകരമായി പറയുന്നുണ്ട്. എന്റെ പേര് മണി എന്നാണെന്നും ചാലക്കുടി ചന്തയിൽ ഓട്ടോ ഓടിച്ച വ്യക്തിയാണെന്നും ഒക്കെ. എന്നാൽ ഈ പാട്ടിന്റെ വരിയിലെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: ഏറ്റവും മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അന്ന് നീ ബോധം കെട്ട് വീണു പോകുമെന്ന്. മണിയുടെ മുഖത്ത് നോക്കി ദിലീപ് ഈ വരി പറയുമ്പോൾ ദിലീപ് അന്ധനായി അഭിനയിക്കുകയും അത് കണ്ട് മണി സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. 1999 വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിൽ അന്ധനായ കഥാപാത്രമായി മണി അഭിനയിച്ച് മികച്ച നടനുള്ള ദേശീയ അവാർഡ് അവസാന ഘട്ടത്തിൽ മണിക്ക് നഷ്ടപ്പെട്ടിരുന്നു. അവാർഡ് നഷ്ടമായത് മണിയെ ഏറെ വേദനിപ്പിച്ചുവെന്ന് മണി പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവമാണ് ഒരു ആക്ഷേപഹാസ്യമായി ആ വരിയിലൂടെ ദിലീപ് മണിയോട് പറയുന്നത്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. 2002 സത്യനന്ദഗാഡ് സിനിമയാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഈ സിനിമയിൽ ജയചന്ദ്രൻ പാടിയ 2 പാട്ടുകളുണ്ട്.
വട്ടയിലെ പന്തലിട്ട എന്നും ഒന്ന് തൊടാനുള്ളിൽ കിനാമോഹം എന്നീ 2 പാട്ടുകൾ. രണ്ടും അതിമനോഹരമായ പാട്ടുകളാണ്. എന്നാൽ ഈ 2 പാട്ടും ഈ സിനിമയുടേതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സംഭവം വേറൊന്നുമല്ല, സത്യൻ അന്തിക്കാടും ലോഹിതദാസും ഒരു സിനിമ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ലോഹിതദാസ് ആ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതുന്നു. അതോടൊപ്പം ആ സിനിമയ്ക്ക് വേണ്ടി 2 പാട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് ലോഹിതദാസിന് ആ ഒരു തിരക്കഥ മുഴുവൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ സിനിമ ഡ്രോപ്പ് ആയി പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആകെ മൊത്തം സങ്കടപ്പെട്ടിരിക്കുന്ന സത്യൻ അന്തിക്കാടിന് ശ്രീനിവാസൻ ഒരു തിരക്കഥ എഴുതി കൊടുക്കുന്നു. പക്ഷേ അപ്പോഴും നടക്കാതെ പോയ തന്റെ ആദ്യ സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 2 പാട്ടുകൾ ഇപ്പോഴും പെട്ടിയിലിരിക്കുകയാണ്. എന്നാൽ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ 2 പാട്ടുകൾ തന്റെ സിനിമയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ശ്രീനിവാസൻ ആ 2 പാട്ടുകൾക്ക് വേണ്ടിയുള്ള സാഹചര്യം തിരക്കഥയിൽ ഉണ്ടാക്കി. അങ്ങനെ ആ 2 പാട്ടുകൾ മനഃപൂർവ്വം തിരക്കഥയിൽ ഉൾപ്പെടുത്തി യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന തിരക്കഥ സത്യൻ അന്തിക്കാടിന് വേണ്ടി ശ്രീനിവാസൻ എഴുതി പൂർത്തിയാക്കി കൊടുക്കുന്നു. വാസ്തവത്തിൽ വേറൊരു സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 2 പാട്ടുകളാണ് ഇന്നും യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന സിനിമയിലെ 2 പാട്ടുകളായി നമ്മൾ ഇന്നും ആസ്വദിച്ച് കേൾക്കുന്നത്. എന്നാലും കേവലം 2 പാട്ടിന് വേണ്ടി ഒരു തിരക്കഥ മുഴുവൻ മാറ്റിയ ശ്രീനിവാസൻ സാറാണ് യഥാർത്ഥ ഹീറോ. മമ്മൂട്ടി. മാർക്കറ്റിൽ ഇറങ്ങുന്ന ഏതൊരു പുതിയ വസ്തുവും ആദ്യം സ്വന്തമാക്കുന്ന മമ്മൂട്ടിയുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്കറിയാലോ. എന്നാൽ മമ്മൂട്ടി ഫാൻസിന് പോലും അറിയാത്തൊരു കാര്യമാണ് മമ്മൂട്ടി ഒരു അമച്ചർ HIM റേഡിയോ ഓപ്പറേറ്റർ ആണെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ലൈസൻസോടുകൂടി പെട്ടെന്നുള്ള ആശയവിനിമയത്തിനും അടിയന്തര ആവശ്യങ്ങൾക്കും അല്ലാതെയും വ്യക്തിപരമായ മെസ്സേജ് കൈമാറാൻ വേണ്ടി ഒരു അംഗീകൃത റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നു. 90കളുടെ തുടക്കത്തിൽ ഈ ഒരു ലൈസൻസ് കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് മാത്രമല്ല, ഭയങ്കര പൈസയാകുമായിരുന്നു. ആ കാലഘട്ടത്തിൽ അമിതാഭ് ബച്ചനും കമൽഹാസനും മമ്മൂട്ടിക്ക് മാത്രമേ ഈ ഒരു റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ച് മെസ്സേജ് കൈമാറാനുള്ള ലൈസൻസ് ഇന്ത്യയിലെ നടന്മാർക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീ അയ്യപ്പൻ. 2025 പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് ശ്രീ അയ്യപ്പൻ. ഭക്തി പടങ്ങൾക്ക് എന്നും ഇന്ത്യയിൽ നല്ല മാർക്കറ്റാണ്, പ്രത്യേകിച്ചും അയ്യപ്പന്റെ കാര്യത്തിൽ. മാളികപ്പുറം ഇതിന് ഉദാഹരണമാണ്. അതായത് ഒരു പടം കോപ്പി അടിക്കാം, ഇൻസ്പയർ ചെയ്യാം, അതൊക്കെ സർവ്വസാധാരണമാണ്. എന്നാൽ ഒരു സിനിമ എടുത്തിട്ട് ആ സിനിമയുടെ കഥയും സീനും ഡയലോഗും ക്യാരക്ടർ ഇരിക്കുന്ന പ്ലേസ്മെന്റും എക്യുപ്മെന്റ്സും തുടങ്ങിയവയെല്ലാം വേറെ ഒരു മലയാള സിനിമയിൽ നിന്നും അതേപടി 1 ഇഞ്ച് പോലും മാറ്റാതെ ചുരണ്ടി എടുത്തിട്ടുണ്ട്. ശ്രീ അയ്യപ്പൻ എന്ന സിനിമയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു തീവ്രവാദ സംഘടന ശബരിമല ലക്ഷ്യമാക്കി ആക്രമണത്തിന് പദ്ധതിയിടുന്നു. അതിനെതിരെ പോരാടുന്ന സ്ക്വാഡും പിന്നീട് സാക്ഷാൽ അയ്യപ്പൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് വില്ലന്മാരെ തീർക്കുന്നു. എന്നാൽ ഇതിലെ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ കോർ കണ്ടന്റ് 2006 പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമയായ ബാബ കല്യാണിയാണ്. ബാബ കല്യാണിയുടെ കഥ എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ബാബ കല്യാണിൽ വില്ലന്മാർ പ്ലാൻ ചെയ്യുന്ന സംഭവമെല്ലാം നായകൻ പോലീസിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന രീതിയും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കലണ്ടറും ഡയലോഗുകളും ഓരോ വാക്കുവരെ അതേപടി എടുത്ത് ഈ സിനിമയിലും അവർ ഡിറ്റോ കോപ്പി അടിച്ചു വെച്ചിട്ടുണ്ട്. Kochi is getting hot. You mean to say Trivandrum is turning hot? Southil, especially Keralathil. Southil, especially Keralathil. December 6th, Babri Masjid Day. December 6, Babri Masjid Day. ഇതിന്റെ തിരക്കഥാകൃത്തിന് ഒരുപാട് പണിയെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ശബരിമല സീസൺ തുടങ്ങും. കൂടുതലാണ് ശബരിമലയിൽ. എന്നാലും ചൊരണ്ടലിനൊക്കെ ഒരു പരിധിയില്ലടേ. ആര്യ 2. 2004 ആര്യ എന്ന സിനിമയുടെ 2ാം ഭാഗമായിട്ടാണ് 2009 ആര്യ 2 പുറത്തിറക്കിയത്. ഈ 2 സിനിമയുടെയും രചനയും സംവിധാനവും സുകുമാറായിരുന്നു. എന്നാൽ ആര്യ 2 എന്ന സിനിമയിലെ ഒരു ഭാഗത്ത് വളരെ തമാശയായിട്ട് പറയുന്ന ഒരു ചെറിയ ഡയലോഗിൽ നിന്നും വേറൊരു സിനിമ ഈ സംവിധായകൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആര്യ 2-വിൽ അല്ലു അർജുനും ബ്രഹ്മാനന്ദനും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളിൽ വളരെ തമാശ രൂപേണ പറയുന്ന ഒരു ചെറിയ കാര്യമാണ് ഹാലൂസിനേഷൻ. ഹാലൂസിനേഷന്റെ പല സ്റ്റേജുകൾ അല്ലു അർജുൻ ഉണ്ടെന്ന് പറഞ്ഞ് നായികയെ പറ്റിക്കുന്നുണ്ട്. ഇതാണ് സംഭവം. Hallucination. 7th stage of hallucination. സിനിമയിലെ വളരെ കുറച്ച് സീനുകളിൽ മാത്രമാണ് ഈ ഒരു ചെറിയ കാര്യം പറയുന്നുള്ളൂ. എന്നാൽ ആ ഒരൊറ്റ ഡയലോഗ് സ്ട്രൈക്ക് ചെയ്ത സംവിധായകൻ സുകുമാർ 2014 മഹേഷ് ബാബുവിനെ വെച്ച് നേനൊക്കടേൻ എന്ന സിനിമയുണ്ടാക്കി. ആര്യ 2-വിൽ നായകനായ അല്ലു അർജുന് ഹാലൂസിനേഷൻ ഉണ്ടെന്ന് തമാശയായി പറഞ്ഞപ്പോൾ ഇവിടെ നായകനായ മഹേഷ് ബാബുവിന് സ്ക്രീസോഫീനിയാണുള്ളത്. സ്ക്രീസോഫീനി എന്നത് ജനസംഖ്യയുടെ 1% താഴെയുള്ള ആളുകൾക്ക് മാത്രം ബാധിക്കുന്ന വിട്ടുമാറാത്ത ഒരു മസ്തിഷ്ക രോഗമാണ്. അതിന്റെ പ്രധാന ലക്ഷണമാണ് ഹാലൂസിനേഷൻ. പടം മുഴുവൻ ഹാലൂസിനേഷന്റെ പല വ്യത്യസ്ത രീതികളാണ് കാണിക്കുന്നത്. മഹേഷ് ബാബുവിന്റെ കരിയറിലെ ഒരു എക്സ്പെരിമെന്റ് സിനിമയും കൂടിയായിരുന്നു നേനക്കുടയൻ. അങ്ങനെ സ്വയം സംവിധാനം ചെയ്ത സിനിമയിലെ ഒരു ചെറിയ ഡയലോഗിൽ നിന്നും രണ്ടാമതൊരു സിനിമ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇതുവരെ അധികമാരും ചെയ്യാത്ത ഒരു കിടിലം പരിപാടിയാണ്. ഈ സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ദിൽ ജലെ. 1996 അജയ് ദേവഗൺ സിനിമയാണ് ദിൽ ജലെ. ഈ സിനിമ ഇറങ്ങി 30 വർഷമായിട്ടും അധികമാരും ശ്രദ്ധിക്കാതെ പോയൊരു സംഭവമാണ്. അതായത് ഈ സിനിമയിൽ ഒരു പ്രശസ്തമായ ദേശഭക്തി ഗാനമുണ്ട്. മേര മുൽക്കം മേര ദേശ് എന്നാണ് ആ ഒരു പാട്ടിന്റെ പേര്. ഒരുപാട് ആളുകൾ ഇന്നും റിപ്പീറ്റ് ആയിട്ട് പാടുന്ന ഒരു ദേശഭക്തി ഗാനമാണിത്. ഈ പാട്ടിന്റെ മ്യൂസിക് കൊടുത്തത് അനു മാലിക്കാണ്. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ദേശസ്നേഹം കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ ഒരു പാട്ടിന്റെ മ്യൂസിക് വേറെ ഒരു രാജ്യത്തിന്റെ ദേശീയ ഗാനത്തിന്റെ ട്യൂണാണ്.
ആ രാജ്യം വേറെ ഒന്നുമല്ല, ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ ദേശീയ ഗാനത്തിന്റെ ട്യൂൺ എടുത്തിട്ടാണ് അവർ ഇവിടെ ഇന്ത്യയുടെ ദേശഭക്തി ഗാനത്തിന് ട്യൂൺ ഇട്ടത്. പക്ഷേ ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മുടെ ഇന്ത്യയിലെ വന്ദേമാതരത്തിന്റെ ട്യൂൺ എടുത്ത് വരെ കമ്പോസ് ചെയ്ത വിദേശ സിനിമകളുണ്ട്. വിഷ്ണുവർദ്ധൻ. കോപ്രായം കാണിക്കുന്ന പലതരം ഫാൻസുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നടന്റെ ടാറ്റു അടിക്കുക, നടന്റെ പേരിൽ അമ്പലം പണിയുക, പൂജ കഴിക്കുക, നടന് വേണ്ടി പട്ടിണി കിടക്കുക, അങ്ങനെ പലതരം കോപ്രായങ്ങൾ. എന്നാൽ ഒരു നടന്റെ ഫാൻസുകാർ കാണിച്ച ഏറ്റവും വലിയ കോപ്രായമാണ് കന്നഡ സൂപ്പർ സ്റ്റാറായ വിഷ്ണുവർദ്ധന്റെ ഫാൻസുകാർ കാണിച്ചത്. അവര് ദൈവത്തെ പോലെ കണ്ടിരുന്ന വിഷ്ണുവർദ്ധൻ 2009 മരണപ്പെട്ടുപോയി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഫാൻസ് ബാംഗ്ലൂർ നഗരത്തെ ഗതാഗതം മുഴുവൻ തടസ്സമാക്കി കടകമ്പോളങ്ങൾ മുഴുവൻ അടിച്ചു തല്ലി തകർത്തു. ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന പോലീസിനെ വരെ വിഷ്ണുവർദ്ധന്റെ ഫാൻസുകാർ ആക്രമിച്ചു. 50ഓളം വാഹനങ്ങൾ തല്ലി തകർക്കുകയും ബാംഗ്ലൂർ മെട്രോ ട്രാൻസ്പോർട്ടിന്റെ 40ഓളം ബസ്സുകൾക്ക് നേരെയുള്ള ആക്രമണം മൂലം തകരാറുകൾ സംഭവിച്ചു. സിറ്റി പോലീസ് കമ്മീഷണറുടെ വാഹനം വരെ അവർ ആക്രമിച്ചു. ഒപ്പം 6ഓളം മാധ്യമ പ്രവർത്തകരുടെ വണ്ടികളും അടിച്ചു തകർത്തു. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ കോമഡി ഇതൊന്നുമല്ല. വിഷ്ണുവർദ്ധൻ മരിച്ചതിന്റെ പേരിൽ ഇയാളുടെ കുറെ ഫാൻസുകാർ സ്വന്തം ജീവൻ തന്നെ കളഞ്ഞു. കുറച്ചുപേര് കയറിൽ കെട്ടി ജീവൻ അവസാനിപ്പിച്ചു, ചിലര് കിണറ്റിൽ ചാടി ജീവൻ അവസാനിപ്പിച്ചു, വേറെ ചിലര് പെട്രോൾ ഒഴിച്ച് സ്വയം കത്തിച്ച് ജീവൻ കളഞ്ഞു. എന്തോന്നടേ, ഇവന്മാർക്കൊക്കെ ഭ്രാന്താണോ? താരാരാധനയാകാമെന്ന് കരുതി ഇത്രയും ഭ്രാന്തമായുള്ള കോപ്രായങ്ങൾ സൗത്ത് ഇന്ത്യയിലെ മറ്റു നടന്മാർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫിർ മിലേംഗെ. നമ്മുടെ രേവതി സംവിധാനം ചെയ്ത 2004 ഒരു ബോളിവുഡ് സിനിമയാണ് ഫിർ മിലേംഗെ. എയ്ഡ്സിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണമായിരുന്നു ഈ സിനിമ. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ സൽമാൻ ഖാന്റെ കഥാപാത്രം എയ്ഡ്സ് വന്ന് മരിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ എയ്ഡ്സിനെ കുറിച്ചുള്ള കാര്യമായിട്ടുള്ള അറിവൊന്നും ആളുകൾക്ക് ഇല്ലാത്തതുകൊണ്ടും കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സൽമാൻ ഖാൻ എയ്ഡ്സ് വന്ന് മരിക്കുന്ന റോൾ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫാൻസുകാർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ കാലഘട്ടത്തിൽ ബോളിവുഡിലെ 30ഓളം പ്രധാന നടന്മാരെ റിജക്ട് ചെയ്തിട്ട് അവരെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് സൽമാൻ ഖാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ച സിനിമയും കൂടിയായിരുന്നു ഇത്. പടം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നെങ്കിലും ഒരുപാട് ആളുകൾക്ക് എയ്ഡ്സ് എന്ന രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ ഈ പടം കൊണ്ട് സാധിച്ചു. ഇതുപോലെ തന്നെയായിരുന്നു 2000 കാലഘട്ടത്തിൽ കേരളത്തിൽ എയ്ഡ്സ് വന്ന് മരിച്ച ദമ്പതികളുടെ മക്കളെ സ്കൂളിൽ കയറ്റാതെ പുറത്താക്കിയപ്പോൾ സുരേഷ് ഗോപി ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് ആ കുട്ടികളുടെ അടുത്ത് പോയി അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അവർ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി കഴിക്കുകയും എയ്ഡ്സ് പകരുന്ന രോഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികളുടെ കൈയും പിടിച്ചുകൊണ്ട് റോഡിലൂടെ നടന്ന് ആളുകൾക്ക് ഒരു ബോധവൽക്കരണം ഉണ്ടാക്കി കൊടുത്തത്. അതിനെന്തായാലും ഒരു കയ്യടി കൊടുത്തേ പറ്റൂ. ലഗേ രഹോ മുന്നാബായി. സൂപ്പർ ഹിറ്റ് സിനിമയായ മുന്നാബായി MBBSന്റെ 2ാം ഭാഗമാണ് 2006 പുറത്തിറങ്ങിയ ലഗേ രഹോ മുന്നാബായി. സിനിമയിലെ ഒരു ഭാഗത്ത് സഞ്ജയ് ദത്തിന്റെ കഥാപാത്രം ഒരു റേഡിയോ സ്റ്റേഷനിൽ ഇരുന്ന് ഒരാളോട് മഹാത്മാഗാന്ധിയെ കണക്ട് ചെയ്തുകൊണ്ട് ഉറക്കത്തിൽ മരണപ്പെട്ട ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം സഞ്ജയ് ദത്ത് വളരെ എമോഷണലായി ഡയലോഗുകൾ പറയുന്നതാണ് കാണിക്കുന്നത്. ഒരു ഇൻസ്പിറേഷൻ സീനായിട്ട് സിനിമയിൽ കാണിച്ച ആ ഒരു സീൻ വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ മരണപ്പെട്ടുപോയ അച്ഛനായ സുനിൽ ദത്തിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ മുന്നാബായി MBBSൽ സഞ്ജയ് ദത്തിനോടൊപ്പം അഭിനയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 2005 അദ്ദേഹത്തിന്റെ അച്ഛൻ ഉറക്കത്തിലാണ് മരണപ്പെട്ടു പോയത്. ഉറക്കത്തിൽ മരണപ്പെട്ടു പോയ തന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ സഞ്ജയ് ദത്ത് മഹാത്മാഗാന്ധിയെ കണക്ട് ചെയ്തുകൊണ്ട് സിനിമയിൽ ഡയലോഗ് പറയുന്നത്. സിനിമ കണ്ടപ്പോൾ വളരെ കുറച്ചുപേർ മാത്രം ശ്രദ്ധിച്ച ഒരു കിടിലൻ പോയിന്റ് ആയിരുന്നു ഇത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.